നമസ്കാരം. സൂര്യനും ചന്ദ്രനും നമ്മളിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും നമുക്കങ്ങനെ അജ്ഞാനമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. സൂര്യൻ നമ്മളിൽ എങ്ങനെ ഇടപെടുന്നെന്ന് നോക്കിയാലോ. ഇപ്പോൾ സൂര്യൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്, പ്രകാശം, ഈ രണ്ട് വിഷയങ്ങളാണ്. അപ്പോൾ സൂര്യൻ്റെ ചൂടെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ചൂടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടെങ്കിൽ സൂര്യനുണ്ട്. പ്രകാശമില്ലെങ്കിലോ, സൂര്യനില്ലെങ്കിലോ ഇരുട്ടാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? സൂര്യൻ ഭൂമിയിൽ ഇടപെടുന്നുണ്ട്, നമ്മുടെ ശരീരത്തും ഇടപെടുന്നുണ്ട്. സിമ്പിളല്ലേ? ഇപ്പം സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഊർജം തരുന്ന, പ്രകാശം തരുന്ന ആളെന്ന് അർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മുടെ അച്ഛൻ ആരാണ്? നമ്മുടെ പിതാവ് ആരാണ്? നമുക്ക് ഊർജവും, ജീവിക്കുവാനുള്ള ഊർജവും സ്നേഹവും കരുതലും, അല്ലേ? അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഒരു ധൈര്യമൊക്കെ തരുന്ന ആളാണ് അച്ഛൻ. അപ്പം നമ്മൾ സൂര്യനെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനോ? ചന്ദ്രൻ്റെ 24-27 ദിവസത്തെ ഭാവമാറ്റം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ജനിച്ചതിനൊക്കെ കാരണം നമ്മുടെ അമ്മമാരിലൊക്കെ സംഭവിച്ച ഭൗതികമായ, ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടാണ് നമ്മളൊക്കെ ജനിക്കുവാൻ കാരണമായത്. അപ്പം ജീവിച്ചിരിക്കുന്നതിലും അതിന് പ്രധാനപ്പെട്ട ഘടകമുണ്ട്. കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കണം. ഈ 27 ദിവസത്തെ മാറ്റത്തിൽ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്? അമാവാസിക്ക് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്? പൗർണമിക്ക് എന്താണ് മാറ്റം? ഇതൊന്ന്. പിന്നെ വേലിയേറ്റവും വേലിയിറക്കവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയെയും അതിലുള്ള ജീവജാലങ്ങളെയും മുകളിലേക്ക് ഉയർത്തുവാനും താഴ്ത്തുവാനുമുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ചന്ദ്രൻ നമ്മുടെ കുടുംബം വെച്ച് നോക്കുമ്പോൾ ആരാണ്? അമ്മയാണ്, അല്ലേ? ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനവും ശാന്തിയും പരിപോഷണവും ഒക്കെ തരുന്നത് ചന്ദ്രനാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയിലല്ലേ നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത്? എല്ലാ ജീവജാലങ്ങളും രാത്രിയിലാണ് സുഖമായി കിടന്നുറങ്ങുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങിയാൽ നമുക്ക് എങ്ങനെയായിരിക്കും? നമ്മുടെ സുഖം എന്തായിരിക്കും? 10 മടങ്ങായിരിക്കും, അല്ലേ? പ്രായമാണെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് ഇരിക്കുകയും അമ്മയുടെ മടി തല വെച്ച് കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനുണ്ടാകുന്ന സുഖം എന്താണ്? നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങളാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും നമ്മളിൽ ഇടപെടുന്നുണ്ട്. ഒരു കുടുംബം വെച്ച് നോക്കിയാലും അച്ഛനും അമ്മയുമായിട്ട് അവർ നിൽക്കുന്നുണ്ട്. അതാണ് സൂര്യനും ചന്ദ്രനും. ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ശരീരത്ത് നടക്കുന്നതാണ്. ഇപ്പോൾ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞ പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവർക്ക് മാസത്തിലുണ്ടാകുന്ന ആർത്തവ വ്യതിയാനങ്ങളിൽ ചന്ദ്രൻ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രകൃതി, ചന്ദ്രൻ അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ ഫിസിക്കലായിട്ട് മനസ്സിലാക്കാം ആ ചേഞ്ചസ്. അപ്പം സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ഭൂമിയിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളിൽ ഇടപെടുന്നുണ്ട്. അപ്പം സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇടപെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? എത്രയോ ദൂരത്തിൽ നിൽക്കുന്ന സൂര്യനും ചന്ദ്രനും നമ്മളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠന ശാസ്ത്രമാണ് ജ്യോതിഷശാസ്ത്രം. അപ്പം ജ്യോതിഷശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരു കുടുംബത്തിൽ ജനിക്കുവാണെങ്കിൽ, ഇപ്പം ഒരു ഹിന്ദു സംസ്കാരം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഈ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. കാരണം പെട്ടെന്ന് അതൊരു മതവും ജാതിയുമായി മാറും. അല്ലെങ്കിൽ ഏത് പറഞ്ഞാലും നമ്മൾ ഇക്കരെയും പറയുന്ന ആൾ അക്കരയുമായി മാറും. ശരിക്കും ഇയാൾ പറയുന്നത് എന്താണെന്ന് ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അക്കരയുമില്ല, ഇക്കരയുമില്ല, അയാളുമില്ല, ഞാനുമില്ല. ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. സൂര്യനും ചന്ദ്രനുമൊക്കെ ഒരാൾക്ക് മാത്രമായിട്ട്, ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിട്ടൊന്നും പ്രകാശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ജ്യോതിഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഈ ചുരുങ്ങിയ കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. നമ്മൾ ഒരു വിശ്വാസം കൊണ്ടോ നമ്മളൊരു പാർട്ടി ഇരിക്കുന്നതുകൊണ്ടോ അതുമാത്രം നമ്മൾ പഠിച്ചു വെക്കാതെ മറ്റുള്ളവരുടെയും കൂടെ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പം ജ്യോതിഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട ആളുടെ അല്ല.
അത് ഒരു കൂട്ടം മനുഷ്യർ അവരുടെ ജീവിതം തലമുറകളായി കൈമാറി കൊണ്ടുവന്ന അറിവാണത്. നമ്മുടെ ജീവിതത്തിൽ ഈ ശാസ്ത്രം എങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നില്ലെങ്കിലും അതെന്താണെന്നറിയാനുള്ളൊരു മനസ്സുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ജ്യോതിഷ ശാസ്ത്രം, പ്രത്യേകിച്ച് ഭാരതത്തിൽ നമ്മൾ ജനിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെയധികം നമ്മൾ സന്തോഷിക്കേണ്ടതാണ്. കാരണം ഒരിടത്തും നടക്കാത്ത കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ എന്തും പഠിക്കാം. നമുക്ക് എന്ത് വേണം അത് പഠിക്കാം. നമ്മൾ ഏത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പല വിഷയങ്ങളും പഠിച്ച ആളാണ്. പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ. എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ശാസ്ത്രം മാത്രം അല്ലെങ്കിൽ എൻ്റെ സംസ്കാരം മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അപ്പുറം നിൽക്കുന്ന ആളും ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. എന്നെപ്പോലെ തന്നെയാണ് ആ ആൾ. ഒരു വ്യത്യാസവുമില്ല. എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനി വീടിന് വ്യത്യാസമുണ്ടാകും, അച്ഛനും അമ്മയും വ്യത്യാസമുണ്ടാകും, ഷേപ്പിന് വ്യത്യാസമുണ്ടാകും, പറയുന്ന ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടാകും. പക്ഷെ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം, പുറത്തേക്ക് വിടുന്നതും അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് വേരിയേഷൻസ് വരും. പക്ഷെ അത് സംഭവിക്കുന്നു, ജീവിച്ചിരിക്കുന്നു. ആ ഒരു ഉണ്മ അകത്ത് കിടക്കുന്ന, അകത്തുള്ള ആ ഒരു അറിവുണ്ടല്ലോ, ഞാനുണ്ടെന്ന് പറയുന്ന, ഇത്രയും നേരം ഈ സംസാരിക്കുവാനും ഇവിടെ ഇരിക്കുവാനും ഇതൊക്കെ അറിയുവാനും കഴിയുന്ന ഒരു വൻ സാധ്യതയുള്ള ഒരു ഉണ്മ, ഒരു അസ്തിത്വം, അല്ലെങ്കിൽ ഞാനുണ്ടെന്നുള്ളൊരു തോന്നൽ, അതെല്ലാവരിലും ഒരുപോലെ തന്നെയാണ്. ആ ഒരു വേദന, ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള കോശങ്ങളിൽ ഉണ്ടാകുന്ന വേദന, ഒരു മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് എല്ലാവരിലും ഒരുപോലെ തന്നെയാണ്. ആ വേദനയ്ക്കൊപ്പം നിൽക്കുമ്പോഴാണ് എനിക്ക് എന്നിൽ മാറ്റം വരുത്തിയതും വന്നതും തനിയെ വന്നു. അപ്പോൾ ഞാനത് ജ്യോതിഷശാസ്ത്രം കൂടെ ഒന്ന് പഠിക്കാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് വിശാലമായൊരു ലോകം എനിക്ക് തുറന്നു വന്നു. അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തത്ര വിശാലമായ ഒരു അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഒന്നാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരിലും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പല രീതിയിൽ ഇടപെടുന്നുണ്ടെന്നും അവർക്കെല്ലാം ദുഃഖം വരുന്നുണ്ട്, അതിനൊരു പരിഹാരം ഇതിലുണ്ടെന്നും നമുക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഗ്രഹങ്ങളെ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ജീവിതത്തെ ഗുണകരമാക്കാം, ദോഷമല്ല ഗുണകരമാക്കാവുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്ന വലിയൊരു ശാസ്ത്രമാണ് ജ്യോതിഷശാസ്ത്രം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു ഗ്രന്ഥത്തെയോ ഒരു പുസ്തകത്തെയോ നമ്മൾ നമ്മുടെ സംസ്കാരം വെച്ചിട്ട് ഒരിക്കലും അളക്കരുത്. നമ്മുടെ ജീവിതം, നമ്മുടെ ഉള്ളിലുള്ള സങ്കടവും സന്തോഷവും അത് മറ്റൊരാൾക്കും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒന്നായി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഇടമുണ്ട് നമ്മുടെ മനസ്സിൽ. അവിടെ നിന്ന് വേണം നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ, ഏത് ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വിശുദ്ധ ഗ്രന്ഥങ്ങളായാലും അല്ലാത്ത പുസ്തകങ്ങളായാലും സാധാരണക്കാരൻ എഴുതിയ പുസ്തകമായാലും നമ്മളത് മനസ്സിലാക്കുവാനുള്ള ഒരു സന്നദ്ധത, ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.